أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ജിന്ന്, പിശാച്, സിഹിർ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ചില തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചിട്ടുള്ള കുപ്രചരണങ്ങൾക്ക് മറുപടി പറയാനാണ് ഇന്നും നാളെയും ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു യോഗം ഇവിടെ സംഘടിപ്പിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതേയല്ല. ഇവിടെ ചില ആളുകൾ രഹസ്യമായി സീഡികൾ വിതരണം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ അതിനെ ഖണ്ഡിക്കുന്ന സീഡികൾ ഞങ്ങൾ ചില ആളുകൾക്കൊക്കെ, സംശയമുള്ളവർക്കൊക്കെ കൊടുത്തു എന്നതല്ലാതെ ഇവിടെ ഒരു ഖണ്ഡന മണ്ഡനമോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വെല്ലുവിളികളോ ഇവിടെ നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതല്ല. പക്ഷേ ചില ആളുകളുടെ നിലനിൽപ്പിന്റെ വിഷയങ്ങളാണല്ലോ ഇതൊക്കെ. പറയാൻ വിഷയങ്ങളൊന്നുമില്ലാതെ ആശയദാരിദ്ര്യത്തിൽ അകപ്പെട്ട ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ പോവുകയാണ്. മുങ്ങിച്ചാകാൻ പോകുമ്പോ ഒരു പുൽക്കൊടി കിട്ടിയാലും തൂങ്ങി നോക്കുമല്ലോ, ചാകല്ലേ, രക്ഷ കിട്ടിയാലോ. ആ നിലക്ക് കണ്ടുപിടിച്ചിട്ടില്ല അവസാനത്തെ പുൽക്കൊടിയാണ് ജിന്ന്, സിഹിർ, പിശാച് വിഷയത്തിലുള്ള കുപ്രചരണങ്ങൾ. പക്ഷേ വിചാരിച്ചതുപോലെ ക്ലച്ച് പിടിച്ചിട്ടില്ല, പഴയ കുപ്രചരണങ്ങൾ പോലെ തന്നെ എന്ന് മനസ്സിലാക്കി പലയിടത്തുനിന്നും പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങൾ അങ്ങനെ പിൻവാങ്ങരുത്, നിങ്ങളത് ക്യാമ്പയിൻ തന്നെ നടത്തണം. ആളുകൾ പഠിക്കട്ടെ, നിങ്ങളുടെ തനിനിറം ജനങ്ങൾ അറിയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആളുകൾക്കിടയിലിട്ട് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ യഥാർത്ഥ മുഅ്തസിലി സ്വഭാവം, കുഫ്രിയത്തിന്റെ സ്വഭാവം ജനങ്ങൾ അറിയട്ടെ. ആളുകളും പരിഹസിക്കാൻ തുടങ്ങട്ടെ. അങ്ങനെ ആളുകളെ കുഫറിലേക്ക് നയിച്ച് നിങ്ങൾ നിങ്ങളെ നരകത്തിലെ സീറ്റ് ഉറപ്പാക്കണം. നിങ്ങൾ നിർത്തരുത് ക്യാമ്പയിൻ, തുടർന്നുകൊണ്ടേയിരിക്കണം, മുക്കുമൂലകളിലൊക്കെ വെക്കണം. അതാണ് എനിക്ക് ആദ്യമായി എന്റെ മടവൂരി സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ആശയദാരിദ്ര്യം കൊണ്ട് ഗതികെട്ടാൽ മനുഷ്യൻ പല അടവും പയറ്റും. പക്ഷേ കളിക്കുന്നത് ഇസ്ലാം കൊണ്ടാണ് എന്ന കാര്യം മാത്രം ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. 18 അടവും കഴിഞ്ഞിട്ട് 19ാമത്തെ മുറിവൈദ്യമാണ് ഇപ്പോൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മുറിവൈദ്യനും അതിന് കണ്ടുപിടിച്ച മുറിവൈദ്യന്മാരുടെ ഉസ്താദും നല്ല സാധനമാണ് കേരളത്തിലേക്ക്. ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ആളാണ്. അതിങ്ങനെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ കൊണ്ടു നടക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും, ഈ നാരിയോനെ പേറിയോനും നാറും, അല്ലെങ്കിലേ നാറി നിൽക്കാണ് എന്ന് പിന്നീട് മനസ്സിലാവും. പക്ഷേ അത് ഇപ്പൊ മനസ്സിലാവില്ല. സാധാരണക്കാർക്ക് പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഞങ്ങൾക്ക് അതിലുള്ള സന്തോഷം.
ഇവിടെ കേരള നദ്വത്തുൽ മുജാഹിദീനും അതിന്റെ പ്രവർത്തകരും അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും ക്ഷണിക്കുന്നു എന്നാണ് ഇവിടുത്തെ പ്രൊപ്പഗണ്ട പ്രചരണം. എന്താണ് അതിന് തെളിവ്? കേരള നദ്വത്തുൽ മുജാഹിദീനെ അനുകൂലിക്കുന്ന ചില പ്രസംഗകർ എവിടെയോ നടത്തിയ പ്രസംഗങ്ങളുടെ ക്ലിപ്പുകൾ. അതേസമയം ഇവർ പറയുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ മുമ്പേ എഴുതപ്പെട്ടു പോയിട്ടുള്ള ശബാബിലും യുവതയുടെ പുസ്തകങ്ങളിലും ഉള്ളത് വ്യക്തമായി ഉദ്ധരിച്ച് നമ്മൾ പല തവണ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായം. ശബാബിലെ ചോദ്യോത്തരത്തിൽ വന്നാൽ ചെറിയ മുണ്ടത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതേസമയം അൽമനാറിലെ ചോദ്യോത്തരത്തിൽ വന്നാൽ അത് സംഘടനയുടെ ഔദ്യോഗിക അഭിപ്രായം. ഇതിനല്ലേ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ കാപട്യം എന്ന് പറയാം. 1986 ഫെബ്രുവരിയിൽ അൽമനാറിൽ വന്നിരിക്കുന്നു. എന്താ വന്നത്? പിശാചിന് രൂപം മാറാൻ സാധിക്കൂല, പിശാച് ശാരീരിക ഉപദ്രവം ഉണ്ടാക്കൂല എന്നൊക്കെ കുറെ ആയത്തുകൾ ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നു. അത് തിരുത്തിയിട്ടില്ല എന്നാണ്. ആരാ എഴുതിയത്? സാക്ഷാൽ എടവണ്ണ അബ്ദുസ്സലാം സുല്ലമി. അദ്ദേഹം അത് സമ്മതിച്ചിരുന്നോ? ഇല്ല, നമ്മൾ പുറത്തെടുത്തിട്ടു. ഇത് ഇയാളുടെ വക എഴുതിയതാണ്. KP മുഹമ്മദ് മൗലവിക്ക് കുറ്റിപ്പുറം സമ്മേളനത്തിന്റെ തിരക്കുണ്ടായപ്പോ സലാമെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒന്ന് ഉത്തരം ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറഞ്ഞപ്പോ ആ ചാൻസിന് മൂപ്പര് തിരികിയതാണ്. മനസ്സിലായില്ലേ? എടത്തനാട്ടുകര വെച്ച് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അതിന്റെയൊക്കെ ക്ലിപ്പ് ഞങ്ങൾ ഇവിടെ കാണിക്കും. എന്താ സംബന്ധിച്ചത്? ഒന്നും കാണാതെ KP-നെ ഏൽപ്പിക്കോ, എനിക്കങ്ങനെ വിവരമില്ലെങ്കിൽ പിന്നെ KP-നെ ഏൽപ്പിക്കോ, അങ്ങനെ ഞാൻ തിരികിയതാണെങ്കിൽ ഇങ്ങക്ക് അങ്ങ് തിരുത്തിയാ പോരേന്നാവൻ. അത് മാത്ര KNM-ന്റെ ഉത്തരവാദപ്പെട്ട ഒരു വാസിയിൽ ഉദ്ധരിക്കാൻ സാധിച്ചു. അപ്പൊ ഇയാള് തിരികെ ഇയാളാ തിരുത്തണ്ട്. ഇയാൾ ചെയ്ത തെറ്റ് ഇയാളല്ലേ പരിഹരിക്കേണ്ടത്, വേറെ ആൾക്ക് തിരുത്താൻ പറ്റുമോ? അദ്ദേഹം അത് തിരുത്തിയിട്ടില്ല, അദ്ദേഹം തിരുത്താതെ അങ്ങനെ നിലനിൽക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, കേരള നദ്വത്തുൽ മുജാഹിദീനെ അനുകൂലിക്കുന്ന ചില പ്രസംഗകർ എവിടെയൊക്കെയോ നടത്തിയ പ്രസംഗങ്ങളിലെ ചില ക്ലിപ്പുകൾ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് അതിങ്ങനെ പ്രചരിപ്പിച്ചിട്ട് KNM മുഴുവൻ ഇതാണ് എന്ന്